ओम शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा।
दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। शिवबाबा याद है। डेट 27/6/2025। मीठे बच्चे, तुम्हारा टाइम बहुत വാല്യബിൾ है। മധുരമായ കുട്ടികളെ, നിങ്ങളുടെ സമയം വളരെ വിലപിടിച്ചതാണ്. इसलिए फालतू बातों में अपना टाइम वेस्ट मत करो. അതുകൊണ്ട് വ്യർത്ഥമായ കാര്യങ്ങളിൽ തൻ്റെ സമയം നഷ്ടമാക്കരുത്. प्रश्न, मनुष्य से देवता बनने के लिए बाप को कौन सी श्रीमत मिली हुई है? ചോദ്യം, മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനു വേണ്ടി ബാബയുടെ ഏതൊരു ശ്രീമതമാണ് കിട്ടിയിരിക്കുന്നത്? उत्तर, बच्चे तुम जबकि मनुष्य से देवता बनते हो. ഉത്തരമാണ്, മക്കളെ, നിങ്ങൾ എപ്പോഴാണോ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നത്, तो कोई आसुरी स्वभाव नहीं होना चाहिए. അപ്പോൾ യാതൊരു തരത്തിലുള്ള ആസുരീയ സ്വഭാവവും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ പോയിൻ്റ്, കോയി പർ ക്രോധ് നഹി കർണ. ആരിലും തന്നെ ക്രോധിക്കരുത്, ആരോടും ക്രോധിക്കരുത്. മൂന്നാമത്തെ പോയിൻ്റ്, കിസ്കോ ബി ദുഃഖ് നഹി ദേനാ ഹേ. ആർക്കും ദുഃഖം നൽകരുത്. നാലാമത്തെ പോയിൻ്റ്, കോയി ബി ഫാലത്തു ബാത്തേം കാൻസെ നഹി സുന്നി ഹേ. യാതൊരു തരത്തിലുള്ള വ്യർത്ഥമായ കാര്യങ്ങളും ചെവിയിലൂടെ കേൾക്കരുത്. ബാബ് കി ശ്രീമത് ഹേ ഹിയർ നോ ഈവിൽ. ബാബയുടെ ശ്രീമതമാകുന്നു മോശമായത് കേൾക്കരുത്. ഓം ശാന്തി. തും ബച്ചോം കാ ബൈഠ്ന സിമ്പിൾ ഹേ. നിങ്ങൾ മക്കൾ ഇരിക്കുന്നത് വളരെ സാധാരണമാണ്. കഹാം ബി ബൈഠ് സക്തേ ഹോ. എവിടെ വേണമെങ്കിലും ഇരിക്കാൻ സാധിക്കും. ചാഹേ ജംഗൾ മേം ബൈഠോ, പഹാടി പർ ബൈഠോ, ഘർ മേം ബൈഠോ, യാ കുടിയാ മേം ബൈഠോ. നിങ്ങൾക്ക് കാട്ടിൽ വേണമെങ്കിലിരിക്കാം, പർവ്വതത്തിൽ വേണമെങ്കിലിരിക്കാം, വീട്ടിലിരിക്കാം, കുടിലിരിക്കാം. കഹാം ബി ബൈഠ് സക്തേ ഹോ. എവിടെ വേണമെങ്കിലും ഇരിക്കാൻ സാധിക്കും. ഐസെ ബട്ട്നെ സേ തും ബച്ചെ ട്രാൻസ്ഫർ ഹോത്തേ ഹോ. അത്തരത്തിൽ ഇരിക്കുന്നതിലൂടെ നിങ്ങൾ മക്കൾ ട്രാൻസ്ഫർ ആകുന്നു. തും ബച്ചെ ജാൻതേ ഹോ അഭി ഹം മനുഷ്യ സേ. നിങ്ങൾ മക്കൾക്കറിയാം, ഇപ്പോൾ നമ്മൾ മനുഷ്യർ ഭവിഷ്യ കേലിയെ ദേവതാ ബൻ രഹേ ഹേ. ഭാവിയിലേക്ക് വേണ്ടി ദേവതയായിക്കൊണ്ടിരിക്കുന്നു. ഹം കാണ്ടോം സെ ഫൂൽ ബൻ രഹേ ഹേ. നമ്മൾ മുള്ളുകളിൽ നിന്നും പുഷ്പങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ബാബ ഭഗവാൻ ബി ഹേ, മാലി ബി ഹേ. ബാബ ആരാണ്? തോട്ടക്കാരനുമാണ്, ഉദ്യാനപാലകനും കൂടിയാണ്. हम बाप को याद करने से और 84 का चक्र फिराने से ट्रांसफ़र हो रहे हैं. നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ 84 ചക്രങ്ങളെ തിരിക്കുന്നതിലൂടെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നു. യഹാം ബൈഠോ ചാഹേ കഹാം ബി ബൈഠോ തും ട്രാൻസ്ഫർ ഹോത്തെ ഹോത്തെ മനുഷ്യ സേ ദേവതാ ബൻതേ ജാത്തെ. ഇവിടെ ഇരുന്നു കൊണ്ട് എവിടേക്ക് വേണമെങ്കിലും നമ്മൾക്ക് ഇരിക്കാൻ സാധിക്കും. നിങ്ങൾ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു.
ബുദ്ധി മേം എം ഒബ്ജക്റ്റ് ഹേ ഹം യഹ് ബൻ രഹേ ഹേ. നമ്മുടെ ബുദ്ധിയിൽ ഈ ലക്ഷ്യമുണ്ട്. നമ്മൾ ആരായിക്കൊണ്ടിരിക്കുന്നു? ലക്ഷ്മി നാരായണനെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. കുച്ച് ബി കാജ് കരോ, റൊട്ടി പകാവോ, ബുദ്ധി മേം സിർ ബാബ് കി യാദ് കരോ. എന്തു തന്നെ ജോലി വ്യവഹാരങ്ങൾ ചെയ്തോളൂ, റൊട്ടി ഉണ്ടാക്കിക്കോളൂ അഥവാ ഭക്ഷണം ഉണ്ടാക്കിക്കോളൂ, ബുദ്ധിയിൽ കേവലം ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. ബച്ചോംകോ യഹ് ശ്രീമദ് മിൽത്തി ഹേ. മക്കൾക്ക് ഈ ശ്രീമതം കിട്ടിയിരിക്കുന്നു. ചൽത്തെ ഫിർത്തെ സബ് കുച്ച് കർത്തെ സിർഫ് യാദ് മേ രഹോ. നടക്കുമ്പോഴും തിരിയുമ്പോഴും എല്ലാം ചെയ്തുകൊണ്ടും കേവലം ഒരേ ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കൂ. ബാബ് കി യാദ് സേ ബർസാ ബി യാദാത്ത ഹേ. ബാബയുടെ ഓർമ്മയിലൂടെ സ്വത്തും കൂടി ഓർമ്മ വരുന്നു. 84 കാ ചക്ര ബി യാദാത്ത ഹേ. 84 ജന്മത്തിൻ്റെ ചക്രവും കൂടി ഓർമ്മ വരുന്നു. ഇസ്മേം അവർ ക്യാ തക്ലീഫ് ഹേ. ഇതിൽ എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? കുച്ച് ബി നഹി, ഒന്നും തന്നെയില്ല. ജബ് കി ഹം ദേവത ബൻത്തെ ഹേ തോ കോയി ആസുരി സ്വഭാവ് ബി നഹി ഹോനാ ചാഹിയേ. എപ്പോഴാണോ നമ്മൾ ദേവതയാകുന്നു അപ്പോൾ നിങ്ങളിൽ യാതൊരു തരത്തിലുള്ള ആസുരീയ സ്വഭാവങ്ങളും ഉണ്ടാകാൻ പാടില്ല. കോയി പർ ക്രോധ് നഹി കർണ. ആരോടും നിങ്ങൾ ക്രോധിക്കരുത്. കിസ്കോ ദുഃഖ് നഹി ദേന. ആർക്കും നിങ്ങൾ ദുഃഖം നൽകരുത്. കോയി ബി ഫാലത്തു വാ കാൻസെ സുന്നി നഹി ഹേ. യാതൊരു വ്യർത്ഥമായ കാര്യങ്ങളും നിങ്ങളുടെ ചെവിയിലൂടെ കേൾക്കരുത്. സിർ ബാബ് കോ യാദ് കരോ. കേവലം ബാബയെ മാത്രം ഓർമ്മിക്കൂ. ബാക്കി സംസാർ കി ഝർമുയി തോ ബഹുത്ത് സുനി ഹേ. ബാക്കി ലോകത്തിൻ്റെ അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം കേട്ടു. ആദാ കൽപ്പ് സേ യഹ് സുൻത്തെ തും നീച്ചേ ഗിരേ ഹോ. അരകൽപ്പം തുടങ്ങി നിങ്ങൾ കേട്ട് ഇപ്പോൾ എന്തായിരിക്കും? താഴേക്ക് വന്നിരിക്കുന്നു. അബ് ബാബ് കത്തേ ഹേ യഹ് ജർമുയി നാ കരോ. ഇപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഫലാന ഇസാ ഹേ ഇൻമേം യഹ് ഹേ. അവർ ഇത്തരത്തിലാണ്, ഇവരിങ്ങനെയാണ്. കോയി ബി ഫാലത്തു ബാത്തെ നഹി കർണി ഹേ. ബാബ പറയാണ്, യാതൊരു വ്യർത്ഥമായ കാര്യങ്ങളും പറയരുത്. യഹ് ജൈസേക്ക് അപ്ന ടൈം വേസ്റ്റ് കർണാ ഹേ. ഇതും കൂടി തൻ്റെ സമയം നഷ്ടമാക്കുന്നു. തുമാര ടൈം ബഹുത്ത് വാല്യുബിൾ ഹേ. നിങ്ങളുടെ സമയം വളരെ വിലപിടിച്ചതാണ്. പഠായി സേ ഹി അപ്പന കല്യാൺ ഹേ. പഠിപ്പിലൂടെ തന്നെ തൻ്റെ നന്മയുണ്ടാകുന്നു. ഇൻസേ ഹി പദ് പായെങ്കി. ഇതിലൂടെ തന്നെ പദവി പ്രാപിക്കും. ഉസ് പഠായി മേ ബഹുത്ത് മെഹനത്ത് കർണി പഡ്തി ഹേ. ആ പഠിപ്പിൽ വളരെയധികം പരിശ്രമം ചെയ്യേണ്ടി വരുന്നു. ഇംതഹാൻ പാസ് കർണേ വിലായത്ത് മേ ജാത്തേ ഹേ. പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ വിദേശത്തേക്ക് പോകുന്നു. തുംകോ തോ കോയി തക്ലീഫ് നഹി ദേത്തെ. ബാബ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നൽകുന്നില്ല. ബാബ് ആത്മാവം കോ കഹത്തെ ഹേ മുझ് ബാബ് കോ യാദ് കരോ. ബാബ ആത്മാക്കൾക്ക് ആണ് പറയുന്നത്, എന്നെ മാത്രം അഥവാ ബാബയെ മാത്രം ഓർമ്മിക്കൂ. ഏക് ദോക്കോ സാമനെ ബിടാത്ത ഹേ. ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ ഇരുത്തുന്നു. തോ ബി ബാബ് കി യാദ് മേ രഹോ. എങ്ങനെയായാലും ബാബ പറയാണ്, ബാബയുടെ ഓർമ്മയിലിരിക്കൂ. യാദ് മേ ബട്ടെ തും കാണ്ടോം സേ ഫുൽ ബൻതേ ഹോ. ഓർമ്മയിലിരുന്ന് നിങ്ങൾ എന്താകുന്നു? മുള്ളിൽ നിന്നും പുഷ്പമായി മാറുന്നു. കിത്തനി അച്ചി യുക്തി ഹേ. ബാബ പറയാണ്, എത്ര നല്ല യുക്തിയാകുന്നു. യാദമേം ബൈട്ടെ തും കാണ്ടോം സേ ഫുൽ ബൻതേ ഹോ. എത്ര നല്ല യുക്തിയാണ് ബാബ പറഞ്ഞിരുന്നത്. ബാബയുടെ ഓർമ്മയിലിരുന്ന് നിങ്ങൾ മുള്ളുകളിൽ നിന്നും പുഷ്പമാകുന്നു. തോ ബാബ് കി ശ്രീമത് പർ ചലന ചാഹിയന. ബാബ പറയാണ്, ബാബയുടെ ശ്രീമതത്തിലൂടെ നടക്കണം. ഹർ ഏക് കി അലഗ് അലഗ് ബീമാരി ഹോത്തി ഹേ. ഇനി ബാബ പറയാണ്, ഓരോരുത്തർക്കും അവരുടേതായ വേറെയായിരിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നു. തോ ഹർ ഏക് ബീമാരി കേലിയെ സർജൻ ഹേ. ബാബ പറയാണ്, ഓരോ രോഗത്തിനും വേണ്ടി അതിൻ്റേതായ സർജൻ ഉണ്ട്. ബഡേ ആത്മീയവും കെ ഖാസ് സർജൻ ഹോത്തെ ഹേന. വലിയ ജനങ്ങൾക്ക് അതിൻ്റേതായ പ്രത്യേകിച്ചും സർജൻ ഉണ്ടാകും. തുമാരാ സർജൻ കോൻ ബനാ ഹേ. ബാബറയാണ്, നിങ്ങളുടെ സർജൻ ആരായിരിക്കുന്നു? ഭഗവാൻ ഹേ. ഭഗവാനാണ് നിങ്ങളുടെ സർജൻ. വ ഹേ അവിനാശി സർജൻ. അവരാകുന്നു അവിനാശി സർജൻ. कहते हैं हम तुमको आधा कल्प के लिए നിരോഗി ബനാത്തെ ഹേ. പറയുകയാണ്, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അരകൽപ്പത്തിലേക്ക് വേണ്ടി നിരോഗികളെയാക്കി മാറ്റുന്നു.
സിർ മുझे യാദ് കരോ തോ വികർമ്മ വിനാശ് ഹോങ്കെ. കേവലം എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. തും 21 ജന്മവും കെലിയെ നിരോഗി ബൻ ജായെങ്കെ. നിങ്ങൾ 21 ജന്മത്തിലേക്ക് വേണ്ടി നിരോഗികളായി മാറും. पाखंड बांध देनी चाहिए याद से ही तुम निरोगी बन जाएंगे 21 जन्मों के लिए. कोई भी रोग नहीं होता. ബാബറാണ് ഓർമ്മയിലൂടെ നിങ്ങൾ നിരോഗികളാകുന്നു. വീണ്ടും 21 ജന്മത്തിലേക്ക് വേണ്ടി നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യമല്ല. സിർഫ് യാദ്മേൻ തൽപർ രഹോ. ബാബ പറയാണ്, കേവലം നിങ്ങൾ ഓർമ്മയിൽ തൽപരരായിരിക്കൂ. ആത്മാ അവിനാശി ഹെ. ആത്മാവ് അവിനാശിയാണ്. ശരീർ ഹെ ഹി രോഗി തോ ബൻതാ ഹെ. ശരീരമാണ് രോഗിയാകുന്നത്. ലേക്കിൻ ഭോക്തി തോ ആത്മാഹേന. എന്നാൽ ഭോഗിക്കുന്നതാരാണ്? ആത്മാവല്ലേ. വഹാ മാതാകൽപ്പത്തും കബി ബി രോഗി നഹി ബനേങ്കെ. അവിടെ സത്യുഗത്തിൽ നമ്മൾ അരക്കൽപ്പം നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നില്ല. സിർഫ് യാദ്മേൻ തൽപർ രഹോ. കേവലം നിങ്ങൾ ഓർമ്മയിൽ തൽപരരായിരിക്കൂ. സർവീസ് തോ ബച്ചോം കോം കർണി ഹി ഹെ. സർവീസ്, സേവനം മക്കൾ തന്നെയാണ് ചെയ്യേണ്ടത്. പ്രദർശനിമേം സർവീസ് കർത്തേ കർത്തേ ബച്ചോം കെ ഗലെ ഘുട്ട് ജാത്തേ ഹെ. ബാബ പറയാണ്, പ്രദർശനിയിൽ സർവീസ് ചെയ്ത് അഥവാ സേവനം ചെയ്ത് മക്കളുടെ തൊണ്ടയെല്ലാം ഇടറിപ്പോകുന്നു. കൈ ബച്ചേ ഫിർ സമਝത്തെ ഹെ ഹം സർവീസ് കർത്തേ കർത്തേ ചലേ ജായെങ്കെ. ഇനി ചില മക്കൾ പ്രദർശനിയിൽ എന്താകുന്നു മനസ്സിലാക്കുന്നു. പ്രദർശനിയിൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ബാബാക്കെ പാസ്. പിന്നീട് എവിടെ പോകുന്നു? ബാബയുടെ അടുത്തേക്ക് പോകുന്നു. യഹ് ബി ബഹുത് അച്ഛാ ഹെ സർവീസ് കാ തരീക്ക. ഇതും കൂടി വളരെ നല്ലതാണ്. ഇതാണ് സേവനത്തിൻ്റെ രീതി. പ്രദർശനിമേം ബി ബച്ചോം കോ സമझാനാ ഹെ. ബാബ പറയാണ്, ഇനി പ്രദർശനിയിലും കൂടി മക്കൾക്ക് മനസ്സിലാക്കണം. പ്രദർശനിമേം പാലെ പാലെ യഹ് ലക്ഷ്മി നാരായൺ കാ ചിത്ര ദിഖാനാ ചാഹിയേ. ഇനി പ്രദർശനിയിലും കൂടി ആദ്യം ലക്ഷ്മി നാരായണൻ്റെ ചിത്രം കാണിക്കണം. യഹ് A1 ചിത്ര ഹെ. ഇതാകുന്നു A1 ചിത്രം. ഭാരത് മേം ആജ് സെ 5000 വർഷ വാലെ ബരോബർ ഇൻകാ രാജ്യത്ത. ഭാരതത്തിൽ ഇന്നേക്ക് 5000 വർഷം മുമ്പും വീണ്ടും എന്തുണ്ടായിരുന്നു? ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ടായിരുന്നു. അദാഹ് ധൻധ. അധികം ധനമുണ്ടായിരുന്നു. പവിത്രത സുഖശാന്തി സബ്ദി. പവിത്രതയും സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. പരന്തു ഭക്തി മാർഗമേം സത്യുക്കോ ലാഖോം വർഷ ദേ ദിയേ ഹേ. പക്ഷേ ഭക്തി മാർഗത്തിൽ സത്യുഗത്തിൽ ലക്ഷക്കണക്കിന് വർഷമാണ് കാണിച്ചിരിക്കുന്നത്. തോ കോയി ബി ബാത്ത് യാദ് കൈസെ ആയേ. യഹ് ലക്ഷ്മി നാരായൺ കാ ഫസ്റ്റ് ക്ലാസ് ചിത്ര ഹേ. ബാബയാണ്, ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർമ്മിക്കാൻ സാധിക്കുക? ഈ ലക്ഷ്മി നാരായണൻ്റെ ഫസ്റ്റ് ക്ലാസ് ചിത്രമുണ്ട്. സത്യുഗ് മേം 1225 വർഷ ഇസ് ഡിനായിസ്റ്റിനെ രാജി കിയാ ഥാ. ബാബ പറയാണ്, സത്യുഗത്തിൽ 1250 വർഷം ഈ വംശത്തിൽ രാജ്യം ഭരിച്ചിരുന്നു. ആകെ തുമ്പി നഹി ജാനത്തെ ഥേ. മുന്നേ നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല. അബി ബാബാനെ തും ബച്ചോം കോ സ്മൃതി ദിലായി ഹേ. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് എന്ത് നൽകിയിരിക്കുന്നു? സ്മൃതി നൽകിയിരിക്കുന്നു. കി തുമ്നെ സാരേ വിശ്വ പർ രാജ് കിയാ ഥാ. നിങ്ങൾ എന്താണ്? മുഴുവൻ വിശ്വത്തിൽ രാജ്യം ഭരിച്ചിരുന്നു. ക്യാ തും ഭുൽ ഗയേ ഹോ. അത് നിങ്ങൾ മറന്നുപോയിരിക്കുന്നു എന്ന് ബാബ ചോദിക്കുന്നു. 84 ജന്മം ബി തുമ്നെ ലിയേ ഹേ. 84 ജന്മവും കൂടി നിങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. തും ഹി സൂര്യവംശി ഥേ. നിങ്ങൾ തന്നെ സൂര്യവംശികളായിരുന്നു. പുനർജന്മത്തിലെത്തേ ഹോന. പുനർജന്മം എടുക്കുന്നില്ലേ? 84 ജന്മ തുമ്നെ കൈസേ ലിയേ ഹേ. 84 ജന്മം നിങ്ങൾ എങ്ങനെയാണ് എടുത്തത്? യഹ് ബഡി സിമ്പിൾ ബാത്ത് ഹേ സമझനേക്ക്. ഇത് വളരെ എളുപ്പമായ സാധാരണയായ കാര്യമാണ് മനസ്സിലാക്കുന്നതിനു വേണ്ടി. നീച്ചെ ഉദർത്തെ ആയേ അബ് ഫിർ ബാപ്പ ചടുത്തി കലാമേലെ ജാത്തേ ഹേ. താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും കയറുന്ന കലയിലേക്ക് നമ്മൾക്ക് പോകണം. ഗാത്തേ ബി ഹേ ചടുത്തി കല തേരെ ഭാരേ സബ് കേ ബല. അതുകൊണ്ട് ഗായനമുണ്ട്. കയറുന്ന കല എല്ലാവരുടെയും നന്മ ചെയ്യുന്നതാണ്, അഥവാ മംഗളം ചെയ്യുന്നതാണ്. ഫിർ ശംഖാദി ബജാത്തേ ഹേ. പിന്നീട് ശംഖെല്ലാം മുഴക്കുന്നു. अब तुम बच्चे जानते हो हाहाकार होगा. पाकिस्तान में देखो क्या हो गया था.
ഇപ്പോൾ നിങ്ങൾ മക്കൾക്കറിയാം ജയാരവം ഉണ്ടാകുന്നു. പിന്നീട് പാകിസ്ഥാനിൽ നോക്കൂ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നു. സബ്കെ മുഖ് സേ യഹി നികൽത്താ ഥാ ഹേ ഭഗവാൻ ഹായ് രാം അബ് ക്യാ ഹോഗാ. എല്ലാവരുടെയും മുഖത്തിലൂടെ ഇത് ഉത്ഭവിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ഹേ ഭഗവാനെ, ഹേ രാമ, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അബ് യഹ് വിനാശ് തോ ബഹുത്ത് ബഡാ ഹേ. ഇപ്പോഴാണെങ്കിൽ വിനാശം വലുതാണ്. പീച്ചെ ഫിർ ജയ് ജയ്കാർ ഹോനി ഹേ. അവസാനം എന്തുണ്ടാകും? ജയാരവം ഉണ്ടാകും. ബാബ് ബച്ചോം കോ സമച്ചാത്തേ ഹേ. ബാബയാണ് മക്കൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇസ് ബേഹത് കി ദുനിയാ കാ അബ് കിൻ വിനാശ് ഹോനാ ഹേ. ബാബ എന്ത് മനസ്സിലാക്കി തരുന്നു? ഈ പരിധിയില്ലാത്ത ലോകത്തിൻ്റെ ഇപ്പോൾ വിനാശം തീർച്ചയായും ഉണ്ടാകും. ബേഹദ് കാ ബാബ് ബേഹദ് കാ ജ്ഞാൻ തുംകോ സുനാത്തേ ഹേ. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത ജ്ഞാനം നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. ഹദ് കി ബാത്തേം ഹിസ്റ്ററി ജോഗ്രഫി തോ സുൻതേ ആയേ ഹോ. മിതമായിരിക്കുന്ന കാര്യങ്ങൾ അഥവാ ജീവചരിത്രം നിങ്ങൾ കേട്ട് വന്നിരിക്കുന്നു. യ കിസ്കോ ബി പദാനഹി ഥ. ഇത് ആർക്കും തന്നെ അറിയുമായിരുന്നില്ല. ഈ ലക്ഷ്മി നാരായണനെ രാജ് കൈസേ കിയ. ഈ ലക്ഷ്മി നാരായണൻ രാജ്യം എങ്ങനെയാണ് പ്രാപിച്ചത്? ഇനോക്കി ഹിസ്റ്ററി ജോഗ്രഫി കോയി ബി നഹി ജാനത്തെ. ഇവരുടെ ജീവചരിത്രം ആർക്കും തന്നെ അറിയാൻ സാധ്യമല്ല. തും അച്ചി രീതി ജാനത്തെ ഹോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാൻ സാധിക്കും. इतने जन्म राज किया फिर यह धर्म होते हैं इनको कहा जाता है स्पिरिचुअल नॉलेज. ഇത്രയും ജന്മം രാജ്യം ഭരിച്ചു, പിന്നീട് ആ ധർമ്മം എവിടെ പോയി? ഇതിനെയൊക്കെ പറയുകയാണ്. എന്ത് പറയുന്നു? ആത്മീയ നോളേജ് അഥവാ ആത്മീയ ജ്ഞാനം. ജോ സ്പിരിച്വൽ ഫാദർ ബച്ചോം കോ ബൈറ്റ് ദേത്തെ ഹേ. ഇവിടെ ആത്മീയമായിരിക്കുന്ന അച്ഛനാണ് മക്കൾക്കിരുന്ന് മനസ്സിലാക്കി തരുന്നത്. വഹാം തോ മനുഷ്യക്കോ പടാത്തേ ഹേ. അവിടെയാണെങ്കിൽ മനുഷ്യരെയാണ് പഠിപ്പിക്കുന്നത്. യഹാം ഹം ആത്മാവും കോ പരമാത്മാ ബാപ് സമാൻ ബനാരഹേ ഹേ. ഇവിടെ നമ്മൾ ആത്മാക്കളെ പരമാത്മാവായ ബാബ തൻ്റെ സമാനം ആക്കിക്കൊണ്ടിരിക്കുന്നു. ടീച്ചർ സരൂർ ആപ് സമാൻ ബനായെങ്കിൽ. ടീച്ചർ തീർച്ചയായും തൻ്റെ സമാനമാക്കും. ബാപ് കഹത്തെ ഹേ മേം തുംകോ അപ്നെ സേഗി ഊഞ്ച് ഡബിൾ സിർതാജ് ബനാത്താ ഹും. ബാബ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്വയമിൻ്റെയും കൂടി ഉയർന്ന ഡബിൾ കിരീടധാരികളാക്കി മാറ്റുന്നു. ലൈറ്റ് കാ താജ് മിൽത്താ ഹേ യാദ് സേ. ഇനി പ്രകാശത്തിൻ്റെ കിരീടം കിട്ടുന്നു നമ്മൾക്ക് ഓർമ്മയിലൂടെ. അവർ 84 കെ ചക്രക്കോ ജാനെ സേ തും ചക്രവർത്തി ബൻതേ ഹോ. പിന്നീട് 84 ജന്മത്തിൻ്റെ ചക്രത്തെ അറിയുന്നതിലൂടെ നിങ്ങൾ എന്താകുന്നു? ചക്രവർത്തികളായി മാറുന്നു. അഭി തും ബച്ചോം കോ കർമ്മ അകർമ്മ വികർമ്മ കി ഗതി ബി സമച്ചായി ഹേ. ഇപ്പോൾ നിങ്ങൾ മക്കൾക്ക് കർമ്മം അകർമ്മം വികർമ്മത്തിൻ്റെ ഗതിയും കൂടി മനസ്സിലാക്കി തരുന്നു. സത്യവുമേം കർമ്മ അകർമ്മ ഹോത്താ ഹേ. സത്യത്തിൽ കർമ്മം അകർമ്മമാകുന്നു. രാവൺ രാജ്യമേം ഹി കർമ്മ വികർമ്മ ഹോത്താ ഹേ. രാവണ രാജ്യത്തിൽ കർമ്മം വികർമ്മമാകുന്നു. സംഗമയുഗത്തിൽ കർമ്മം സുകർമ്മമായി മാറുന്നു. സിഡി ഉദർത്തെ ആത്തേ ഹേ. പിന്നീട് പടിയിറങ്ങി വരുന്നു. കല കം ഹോത്തെ ഹോത്തെ ഉദർനാ ഹി ഹേ. കല കുറഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നു. കിത്തന ചീച്ചി ബൻ ജാത്തെ ഹേ. എത്ര മോശമായി മാറുന്നു. ഫിർ ബാപ് ആക്കർ ഭക്തോ ഹോ ഫൽ ദേത്തെ ഹേ. പിന്നീട് ബാബ വന്നിട്ട് ഭക്തർക്ക് ഫലം നൽകുന്നു. ദുനിയാമേം ഭക്ത് തോ സബ് ഹേ. ലോകത്തിലാണെങ്കിൽ ഭക്തർ വളരെ അധികം പേരുണ്ട്. സത്യവുമേം ഭക്ത് കോയി ഹോത്താ നഹി. സത്യത്തിൽ ആരും തന്നെ ഭക്തരുണ്ടാകുന്നില്ല. ഭക്തി കൽവട്ട് യഹാം ഹേ. ഭക്തി കൽവട്ട് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. വഹാം തോ ജ്ഞാൻ കി പ്രാലബ്ധ ഹോത്തി ഹേ. സത്യുഗത്തിൽ നമ്മൾക്ക് ജ്ഞാനത്തിൻ്റെ പ്രാപ്തിയാണ് ഉണ്ടാകുന്നത്. അഭി തും ജാനത്തെ ഹോ ഹം ബാപ് സേ ബേഹദ് കി പ്രാലബ്ധ ലേ രഹേ ഹേ. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ബാബയിൽ നിന്നും പരിധിയില്ലാത്ത പ്രാപ്തി പ്രാലബ്ധം എടുത്തുകൊണ്ടിരിക്കുന്നു. कोई को भी पहले इस ലക്ഷ്മി നാരായൺ കെ ചിത്ര പർ സമച്ചാവൂ. ബാബരൻ ആർക്കെങ്കിലും ആദ്യം ഈ ലക്ഷ്മി നാരായണൻ്റെ ചിത്രത്തെ മനസ്സിലാക്കി കൊടുക്കൂ. ആജ് സേ 5000 വർഷ പഹലെ ഇൻകാ രാജ്യത. ഇന്നേക്ക് 5000 വർഷം മുമ്പും ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. വിശ്വമേം സുഖശാന്തി പവിത്രത സബ്ദി. വിശ്വത്തിൽ സുഖശാന്തി പവിത്രതയുണ്ടായിരുന്നു. അവർ കോയി ധർമ്മ നഹീധ. അപ്പോൾ യാതൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഈ സമയത്തോ അനേക ധർമ്മ ഹേ. ഈ സമയം അനേക ധർമ്മമാണ്. വഹ് പഹലെ ധർമ്മ ഹേ നഹി.
ആദ്യത്തെ ധർമ്മമില്ല. ഫിർ ഇസ് ധർമ്മക്കോ ആനാ ഹേ സരൂർ, പിന്നീട് ആദ്യം വീണ്ടും എന്താകുന്നു, ഈ ധർമ്മം തന്നെ തീർച്ചയായും വരുന്നു. അബു ബാബ് കിത്തനാ പ്യാർ സേ പഠാത്തേ ഹേ, ഇപ്പോൾ ബാബ എത്ര സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. കോയി ലഡായി കി ബാത്ത് നഹി ഹേ, ബാബ പറയാണ് ഇവിടെ യാതൊരു യുദ്ധത്തിൻ്റെ കാര്യവുമില്ല. ബഗർ ലൈഫ് ഹേ പരായ രാജ് ഹേ, ബാബ പറയാണ് യാചക ജീവിതമാണ്, ഇത് പരായ രാജ്യമാണ്. അപ്പന സബ് കുച്ച് ഗുപ്ത് ഹേ, ബാബ പറയാണ് ഇവിടെ എല്ലാം തന്നെ എന്താണ്, തൻ്റേതൊക്കെ ഗുപ്തമാണ്. ബാബ ബി ഗുപ്ത ആയാ ഹുവാ ഹേ, ബാബയും കൂടി ഗുപ്തമായി വന്നിരിക്കുന്നു. ആത്മാവും കോ ബൈട്ട് സമച്ചാത്തേ ഹേ, ആത്മാക്കൾക്കിരുന്ന് മനസ്സിലാക്കി തരുന്നു. ആത്മാ ഹി സബ് കുച്ച് കർത്തി ഹേ, ആത്മാവ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ശരീർ ദ്വാര പാട്ട് ബജാത്തി ഹേ, ശരീരത്തിലൂടെ പാട്ട് അഭിനയിക്കുന്നു. വഹ് അബി ദേഹാഭിമാൻ മേം ആയി ഹേ, ബാബ പറയാണ് ഇപ്പോൾ ദേഹാഭിമാനത്തിൽ വന്നിരിക്കുന്നു. അബ്ബാബ് കത്തെ ഹേ ദേഹി അഭിമാനി ബനോ, ഇപ്പോൾ ബാബ പറയാണ് ആത്മാഭിമാനിയാകൂ. ബാപ്പ് അവർ കോയി ജരാബി തക്ലീഫ് നഹി ദേത്തെ ഹേ, ബാബ മക്കൾക്ക് യാതൊരു തരത്തിലുള്ള അല്പം പോലും എന്ത് നൽകുന്നില്ല, ബുദ്ധിമുട്ട് നൽകുന്നില്ല. ബാപ്പ് ജബ് ഗുപ്ത രൂപമേ ആത്തെ ഹേ തോ തും ബച്ചോം കോ ഗുപ്ത ദാൻ മേ വിശ്വ കി ബാദശാഹി ദേത്തെ ഹേ, ബാബ എപ്പോഴാണോ ഗുപ്തരൂപത്തിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ മക്കൾക്ക് ഗുപ്തദാനം അഥവാ വിശ്വത്തിൻ്റെ സാമ്രാജ്യം നൽകുന്നു. തുമാരാ സബ് ഗുപ്ത് ഹേ, നിങ്ങളുടേത് എല്ലാം തന്നെ ഗുപ്തമാണ്. ഇസ്ലിയേ രസം കെ രൂപമേ കന്യാ കോ ജബ് ദഹേജ് ദേത്തെ ഹേ തോ ഗുപ്ത് ഹി ദേത്തെ ഹേ, അതുകൊണ്ട് നിങ്ങളുടേതെല്ലാം തന്നെ ഗുപ്തമാണ്, അതുകൊണ്ട് രീതിയും കൂടി ആചാരമാണ്. ഗുപ്തരൂപത്തിൽ കന്യകൾക്ക് എപ്പോഴാണോ ശ്രീധനം നൽകുന്നത് അതും കൂടി ഗുപ്തമായാണ് നൽകുന്നത്. വാസ്തവമേ ഗായാ ജാത്താ ഹേ ഗുപ്തദാൻ മഹാപുണ്യ, അതുകൊണ്ട് വാസ്തവത്തിൽ ഗായനമുണ്ട്, ഗുപ്തദാനം മഹാപുണ്യമാകുന്നു. ദോ ചാർക്കോ മാലും പടാത്തോ വഹ് താക്കത്ത് കം ഹോ ജാത്തി ഹേ, ബാബ പറയാണ് ഒന്നോ രണ്ടോ നാലോ പേർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവരുടെയും ശക്തി കുറഞ്ഞു പോകും. ബാബ് कहते हैं बच्चे तुम प्रदर्शनी में पहले पहले इस ലക്ഷ്മി നാരായൺ കെ ചിത്ര पर सबको समझाओ, ബാബ പറയുകയാണ് മക്കളെ നിങ്ങൾ പ്രദർശനിയിൽ ആദ്യമാദ്യം ഈ ലക്ഷ്മി നാരായണൻ്റെ ചിത്രത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കൂ. തും ചാഹത്തെ ഹോന വിശ്വമേ ശാന്തി ഹോ, നിങ്ങൾക്കറിയാമല്ലോ വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. പരന്തു വഹ് കബ് ദി യ കിസ്കി ബുദ്ധി മേ നഹി ഹേ, പക്ഷേ അത് എപ്പോഴായിരുന്നു, ഇതും കൂടി ആരുടെ ബുദ്ധിയിലും ഇല്ല. അഭി തും ജാൻത്തെ ഹോ സത്യവുമേ പവിത്രത സുഖശാന്തി സബുദ്ധി, ഇപ്പോൾ നിങ്ങൾക്കറിയാം സത്യത്തിൽ എന്തുണ്ടായിരുന്നു, പവിത്രതയുണ്ടായിരുന്നു, സുഖമുണ്ടായിരുന്നു, ശാന്തിയുണ്ടായിരുന്നു. യാദ് ബി കർത്തേ ഹേ ഫലാന സ്വർഗവാസി ഹുവ, ഓർമ്മിക്കുന്നും കൂടിയുണ്ട് നമ്മൾ എന്തായിരുന്നു, സ്വർഗവാസികളാകും. പക്ഷേ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. ജിസ്കോ ജോ ആയാ കഹ് ദേത്തെ അർത്ഥ കുച്ച് നഹി ഹേ, ആരാണ് വരുന്നത് എന്നും കൂടി അതിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കുന്നില്ല. യഹ് ഹേ ഡ്രാമ, ഇതാകുന്നു ഡ്രാമ. മീട്ടേ മീട്ടേ ബച്ചോം കോ ബുദ്ധി മേ ജ്ഞാൻ ഹേ, അതിമധുരമായിരിക്കുന്ന മക്കളുടെ ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്. കി ഹം 84 കാ ചക്ര ലഗാത്തേ ഹേ, നമ്മൾ 84 ജന്മത്തിൻ്റെ ചക്രം തിരിഞ്ഞു വരുന്നു. അബി ബാപ്പ് ആയേ ഹേ, ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. പതി ദുനിയാസേ പാവൻ ദുനിയാമേ ലേ ജാനെ, പതീത ലോകത്തിൽ ബാബ എന്തിനു വേണ്ടി വന്നിരിക്കുന്നു, പതീത ലോകത്തെ പാവനമാക്കി മാറ്റുന്നതിനു വേണ്ടി, നമ്മളെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി. ബാബ് കി യാദ് മേ രഹത്തെ ട്രാൻസ്ഫർ ഹോത്തെ ജാത്തേ ഹേ, ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ നമ്മൾ എന്താകുന്നു, ട്രാൻസ്ഫറായി മാറുന്നു. കാണ്ടേ സേ ഫുൽ ബൻതേ ഹേ, മുള്ളിൽ നിന്നും നമ്മൾ പുഷ്പങ്ങളായി മാറുന്നു. ഫിർ തും ചക്രവർത്തി രാജാ ബനേങ്കെ, പിന്നീട് നമ്മൾ എന്താകും, നമ്മൾ ചക്രവർത്തി രാജാവായി മാറും. ബനാനെ വാല ബാപ്പ് ഹേ, നമ്മളെ ആക്കുന്നതാരാണ്, ബാബയാകുന്നു, അച്ഛനാകുന്നു. വഹ് പരമാത്മാ തോ സദൈവ് പ്യോർ ഹേ, ആ പരമാത്മാവ് എല്ലായ്പ്പോഴും എന്താണ്, അത്രയും പവിത്രമാണ്, എല്ലായ്പ്പോഴും പവിത്രമാണ്. വഹി ആത്തേ ഹേ പ്യോർ ബനാനെ, അവർ വന്നിരിക്കുന്നത് തന്നെ നമ്മളെ പവിത്രമാക്കുന്നതിനു വേണ്ടി. സത്യമേൻ തും ഖൂബ്സൂരത് ബൻ ജായേംഗെ, സത്യത്തിൽ നിങ്ങൾ എല്ലാവരും എന്തായിരിക്കും, സുന്ദരരായിരിക്കും. വഹാം നാച്ചുറൽ ബ്യൂട്ടി രഹത്തി ഹേ, അവിടെ
സ്വാഭാവികമായിരിക്കുന്ന സൗന്ദര്യമായിരിക്കും. ഇവിടെ സത്യത്തിൽ എല്ലാവരും സ്വാഭാവിക സൗന്ദര്യത്തിലായിരിക്കും. ആജ്കൽ തോ ആർട്ടിഫിഷ്യൽ ശൃംഗാർ കർത്തേ ഹേന, ഇന്നത്തെ കാലത്ത് നോക്കൂ, ആർട്ടിഫിഷ്യലായിരിക്കുന്ന ശൃംഗാരം ചെയ്യുന്നു, അലങ്കരിക്കുന്നു. ക്യാ ക്യാ ഫാഷൻ നികലാഹേ, എന്തൊക്കെയാണ് ഫാഷൻ കൊണ്ടുവരുന്നത്. കൈസി കൈസി ഡ്രസ് പഹൻതേ ഹേ, ഏത് തരത്തിലുള്ള ഡ്രസ്സൊക്കെയാണ് അണിയുന്നത്. ആകെ ഫീമെയിൽസ് പൗത്ത് പർദ്ദമേ രേത്തീതി, മുന്നത്തെ കാലത്തൊക്കെ എന്തായിരുന്നു, സ്ത്രീകൾ പർദ്ദയുടെ ഉള്ളിലായിരുന്നു അല്ലേ. കി കോയിക്ക് നസർ നാപ്പട്, എന്തിനാണ്, ആരുടെയും ദൃഷ്ടിയിൽ പെടാതിരിക്കുന്നതിനു വേണ്ടി. അബിത്തോ അവർ ഹി ഖുലാ കർ ദിയാ ഹേ, ഇപ്പോൾ അവർ തന്നെ എന്തായിരിക്കുന്നു, തുറന്നിരിക്കുകയാണ്. തോ ജഹാം തഹാം ഗന്ധ് പഡ് ഗയാ ഹേ, ബാബുറാണ് എവിടെ നോക്കിയാലും ഇപ്പോഴെന്താണ്, അത്രയും അശുദ്ധിയായിരിക്കുന്നു. ബാബ് കത്തേ ഹേ ഹിയർ നോ ഇവിൽ, ബാബ പറയുകയാണ് മോശമായൊന്നും കേൾക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്. രാജാമേ പവർ എത്തി ഹേ, അല്ലേ, രാജാവിൽ എന്തുണ്ടായിരിക്കും, ശക്തി ഉണ്ടായിരിക്കും. ഈശ്വരാർത്ഥ ദാൻ കർത്തേ ഹേ, ഈശ്വരാർത്ഥം ദാനം ചെയ്യുന്നു. തോ ഉസ്മേം പവർ എത്തി ഹേ, അപ്പോൾ അവരിൽ എന്ത് വരുന്നു, ശക്തി വരുന്നു. യഹാം തോ കോയി മേം പവർ ഹേ നഹി, ഇവിടെയാണെങ്കിൽ ആരിലും തന്നെ എന്തില്ല, ശക്തിയില്ല. ജിസ്കോ ജോ ആയാ കർത്തേ രേത്തേ ഹേ, ആരാണ് വരുന്നത്, വന്നുകൊണ്ടേയിരിക്കും. ബഹുത്ത് ഗന്ധേ മനുഷ്യ ഹേ, ബാബുരാണ് ഇവിടെയാണെങ്കിൽ വളരെയധികം മോശമായ മനുഷ്യരാണ്. തും ബഹുത്ത് സൗഭാഗ്യശാലി ഹോ, പക്ഷേ നിങ്ങൾ മക്കൾ എന്താണ്, വളരെയധികം സൗഭാഗ്യശാലികളാണ്. ജോ കി വയ്യാനെ ഹാത്ത് പകടാഹേ, ബാബ പറയാണ് നിങ്ങൾ ആരെയാണ്, തോണിക്കാരനെയാണ് ഇപ്പോൾ കൈപ്പിടിച്ചിരിക്കുന്നത്. തും ഹി കൽപ്പ് കൽപ്പ് നിമിത്ത് ബൻതേ ഹോ, എന്തിനാണ് തോണിക്കാരനെ കൈപ്പിടിച്ചിരിക്കുന്നത്, നമ്മളെ ഈ കരയിൽ നിന്നും മറയേരിയിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്, ബാബ ഒരാൾ മാത്രം. നിങ്ങൾക്കറിയാം കൽപ്പകൽപ്പത്തിലും നമ്മൾ നിമിത്തരായിരിക്കുന്നു. തും ജാൻതേ ഹോ പഹലേ മുഖ്യ ഹേ ദേഹാഭിമാൻ, നിങ്ങൾക്കറിയാം ആദ്യം മുഖ്യമായതെന്താണ്, ദേഹാഭിമാനമാണ്. ഉസ്കേ ബാദ് ഹി സബ് ഭൂതാത്തേ ഹേ, അതിനുശേഷമാണ് എല്ലാ ഭൂതങ്ങളും വരുന്നത്. മെഹനത്ത് കർണി ഹേ, അപ്പനെ കോ ആത്മാ സമച്ച് ബാബ് കോ യാദ് കരോ, പരിശ്രമം ചെയ്യണം, സ്വയമിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. യാ കോയി കടുവി ദവായി നഹി ഹേ, ഇവിടെ യാതൊരു തരത്തിലുള്ള കഠിനമായ മരുന്നൊന്നും നൽകുന്നില്ല. സിർഫ് കത്തേ ഹേ അപ്പനെ കോ ആത്മാ സമച്ച് ബാബ് കോ യാദ് കരോ, ഇവിടെ കേവലം പറയുകയാണ് സ്വയമിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഫിർ കിത്തനാ ബി പൈദൽ ബാബാ കി യാദ് മേ കർത്തേ ജാവോ കബീ ടാങ്കെ തകേങ്കെ നഹി, ബാബ പറയാണ് എത്ര തന്നെ നടന്നാലും ബാബയെ ഓർമ്മിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ക്ഷീണിക്കുകയില്ല, കാലിനൊന്നും ക്ഷീണം വരികയില്ല. ഹൽക്കേ ഗോ ചായെങ്കി, നിങ്ങൾക്കുണ്ടാകും ലഘുത്വമുണ്ടാകും, അത്രയും ലഘുത്വമുള്ളവരായി മാറും. ബഹുത്ത് മദദ് മിൽത്തി ഹേ, വളരെയധികം സഹായം കിട്ടുന്നു. തും മാസ്റ്റർ സർവശക്തിവാൻ ബൻജാത്തേ ഹോ, നിങ്ങൾ എന്താകുന്നു, മാസ്റ്റർ സർവശക്തിവാന്മാരാകുന്നു. തും ജാൻതേ ഹോ ഹം വിശ്വ കോ മാലിക് ബൻതേ ഹേ, നിങ്ങൾക്കറിയാം നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികളായി മാറുന്നു. ബാബ് കെ പാസ് ആയേ ഹേ, നമ്മൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുന്നു. അവർ കോയി തക്ലീഫ് നഹി ദത്തേ, ബാബ നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നൽകുന്നില്ല. സിർ ബച്ചോം കോ കത്തേ ഹേ ഹിയർ നോ യുവിൽ, ബാബ മക്കൾക്ക് പറയുകയാണ് മോശമായത് പറയരുത്, ചെയ്യരുത്, ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്, നോക്കരുത്. जो സർവീസബിൾ ബച്ചേ ഹേ ഉൻകെ മുഖ് സേ തോ സദൈവ് ജ്ഞാൻ രത്ന ഹി നികലേങ്കെ, ഇനിയാണോ ആരാണോ സർവീസബിളായിരിക്കുന്ന മക്കൾ, അവരുടെ മുഖത്തിലൂടെ എല്ലായ്പ്പോഴും ജ്ഞാനരത്നങ്ങൾ മാത്രം പുറപ്പെടും. ജ്ഞാൻ കി ബാത്തോം കെ സിവായ് അവർ കോയി ബാത്ത് മുഖ് സേ നഹി നികൽ സക്തി, ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളെ കൂടാതെ അവരുടെ മുഖത്തിലൂടെ വേറെ യാതൊരു കാര്യങ്ങളും വരികയില്ല. തുമേം വാഹ്വായത്ത് ഝമുകി ബാത്തേ കബി നഹി സുന്നി ഹേ, ബാബ പറയുകയാണ് നിങ്ങളിൽ നിന്ന് പരദൂഷണത്തിൻ്റെ കാര്യങ്ങളൊന്നും ഒരിക്കലും കേൾക്കരുത്. സർവീസ് കർണേ വാലോം കെ മുഖസെ സദൈവ് രത്ന ഹി നികൽത്തേ ഹേ, സർവീസ് ചെയ്യുന്ന മക്കളുടെ മുഖത്തിലൂടെ എല്ലായ്പ്പോഴും രത്നങ്ങളെ പോലുള്ള വാക്കുകൾ മാത്രമേ വരികയുള്ളൂ. ജ്ഞാൻ കി ബാത്തോം കെ സിവായ് ബാക്കി ഹേ പത്തർ മാർന, ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളല്ലാതെ പറയുകയാണെങ്കിൽ കല്ലുകൾ പോലെയുള്ള വാക്കുകളായിരിക്കും വരിക. പത്തർ നഹി മാത്തേ തോ സരൂർ ജ്ഞാൻ രത്ന ദേത്തേ ഹി, യാ പത്തർ മാരേങ്കെ യാ വിനാശി ജ്ഞാൻ രത്ന ദേങ്കെ,
ബാബ പറയാണ്, ഒരിക്കലും നിങ്ങൾ കല്ലുപോലെയുള്ള വാക്കുകൾ പറയരുത്. തീർച്ചയായും ജ്ഞാനരത്നങ്ങൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുക. ഒരിക്കലും കല്ലുകൊണ്ട് എറിയരുത്. അവിനാശി ജ്ഞാനരത്നമാണ് ബാബ നൽകുന്നത്. ജിസ്കി വാല്യൂ കഥനി നഹി കർ സക്തേ. ബാബ പറയാണ്, അതിൻ്റെ വില ഒരിക്കലും നമ്മൾക്ക് നിർണ്ണയിക്കാൻ സാധ്യമല്ല. ബാബ് ആക്കർ അബി തുംകോ ജ്ഞാനരത്ന ദേത്തേ ഹേ. ബാബ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് നൽകുന്നു? ജ്ഞാനരത്നം നൽകുന്നു. ബച്ചേ ജാൻതേ ഹേ ബാബ ബഹുത്ത് ബഹുത്ത് മിഠാ ഹേ. മക്കൾക്കറിയാം ബാബ അതിമധുരമാണ്. ആദാ കൽപ്പ് ഗാത്തേ ആത്തേ ഹേ. അരക്കൽപ്പം തുടങ്ങി പാടി വന്നിരിക്കുന്നു. തും മാതു പിതാ ഹം ബാലക് തേരെ. നിങ്ങൾ മാതാവും പിതാവുമാണ്, നമ്മൾ നിങ്ങളുടെ കുട്ടികളാണ്. പരന്തു അർത്ഥ കുച്ച് ബി നഹി സമച്ചിത്തെ. പക്ഷേ അതിൻ്റെ അർത്ഥം ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. തോത്തെ മിസൽ സിർഫ് ഗാത്തെ രത്തെ ഹെ. തത്തയെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പാടിക്കൊണ്ടേയിരിക്കുന്നു. തും ബച്ചോം കോ കിത്തനി ഖുഷി ഹോനി ചാഹിയേ. നിങ്ങൾ മക്കൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. ബാബ ഹംകോ ബേഹദ് കാ വർഷ വിശ്വകി ബാദശാഹി ദേത്തേ ഹേ. ബാബ നമ്മൾക്ക് പരിധിയില്ലാത്ത സ്വത്ത് അഥവാ വിശ്വത്തിൻ്റെ സാമ്രാജ്യമാണ് നൽകുന്നത്. പാഞ്ച് 5000 വർഷ പഹലെ ഹം വിശ്വക്കെ മാലിക് ഥേ. 5000 വർഷം മുമ്പും നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികളായിരുന്നു. അബി നഹി ഹേ ഫിർ ബനേങ്കി. ഇപ്പോഴില്ല, ഇനിയും വീണ്ടും നമ്മൾ ആകും. ശിവബാബ ബ്രഹ്മദ്വാര വർഷ ദേത്തേ ഹേ. ശിവബാബ ബ്രഹ്മാവിലൂടെ നമ്മൾക്ക് സ്വത്ത് നൽകുന്നു. ബ്രാഹ്മൺ കുൽ ചാഹിയന. ബ്രാഹ്മണകുലം ആവശ്യമാണ്. ഭാഗീരഥ് കാനെ സേബി സമച്ന സഗേ. ഭാഗീരഥൻ എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇസ്ലിയെ ബ്രഹ്മ അവർ ഉൻകാ ഫിർ ബ്രാഹ്മൺ കുൽ ഹേ. ബാബ പറയാണ്, അതുകൊണ്ട് ബ്രഹ്മാവ് പിന്നെ അവരുടെ ബ്രാഹ്മണകുലവും ഉണ്ട്. ब्रह्मा तन्में प्रवेश करते हैं, इसलिए उनको ഭാഗീരഥ് കഹാ ജാത്താ ഹെ. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു, അതുകൊണ്ട് അവരെ ഭാഗീരഥം എന്ന് പറയുന്നു. ബ്രഹ്മാക്കെ ബച്ചെ ബ്രാഹ്മൺ ഹെ. ബ്രഹ്മാവിൻ്റെ മക്കൾ ബ്രാഹ്മണരാണ്. ബ്രാഹ്മൺ ഹെ ഛോട്ടി. ബ്രാഹ്മണരാണ് കുടുംബ. വിരാട് രൂപി ഐസ ഹോത്താ ഹെ. ऊपर से बाबा फिर सत्युगी ब्राह्मण जो ഈശ്വരീയ സന്താൻ ബൻതേ ഹെ. വിരാട് രൂപവും കൂടി അത്തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുകളിൽ ബാബ, പിന്നീട് സംഗമയുഗി ബ്രാഹ്മണർ, പിന്നീട് ഈശ്വരീയ സന്താനങ്ങളാകുന്നു. തും ജാൻതേ ഹോ അബി ഹം ഈശ്വരീയ സന്താൻ ഹെ. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ആരാണ്? ഈശ്വരീയ സന്താനങ്ങളാണ്, ഈശ്വരീയ കുട്ടികളാണ്. ഫിർ ദേവി സന്താൻ ബനേങ്കെ. പിന്നീട് നമ്മൾ എന്താകും? ദൈവിക സന്താനമാകും. തോ ഡിഗ്രി കം ഹോ ജായെങ്കി. പിന്നീട് നമ്മളുടെ ഡിഗ്രി കുറഞ്ഞു വരുന്നു. യേ ലക്ഷ്മി നാരായൺ വി ഡിഗ്രി കം ഹെ. ലക്ഷ്മി നാരായണൻ്റെയും കൂടി ഡിഗ്രി കുറവാണ്. ക്യോംകി ഇൻമേ ജ്ഞാൻ നഹി ഹെ. എന്തുകൊണ്ടെന്നാൽ സത്യുഗത്തിൽ ജ്ഞാനം ഒന്നും തന്നെയില്ല. ജ്ഞാൻ ബ്രാഹ്മൺ മെം ഹെ. ഈ ജ്ഞാനം സംഗമയുഗി ബ്രാഹ്മണനിലാണുള്ളത്. പരന്തു ലക്ഷ്മി നാരായൺ കോ അജ്ഞാനി നഹി കഹെങ്കെ. പക്ഷേ ലക്ഷ്മി നാരായണനെ ഒരിക്കലും അജ്ഞാനി എന്ന് പറയുകയില്ല. ഇനോനെ ജ്ഞാൻ സേയഹ് പായാഹേ. ഇവർ ജ്ഞാനത്തിലൂടെയാണ് ഈ പദവി പ്രാപിച്ചത്. തും ബ്രാഹ്മൺ കിത്തനെ ഊഞ്ചി ഫിർ ദേവത ബൻതി ഹോ. നിങ്ങൾ ബ്രാഹ്മണർ എത്ര ഉയർന്നതാകുന്നു, പിന്നീട് വീണ്ടും ദേവതകളാകുന്നു. തോ കുച്ച് ബി ജ്ഞാൻ നഹി രഹത്ത. പിന്നീട് ദേവതകളാകുമ്പോൾ നിങ്ങളിൽ എന്തുണ്ടാകുന്നില്ല? ഈ ജ്ഞാനം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഉന്മേൻ ജ്ഞാൻ ഹോത്താ തോ ദൈവീ വംശമേ പരമ്പരാസേ ചല ആത്താ ഹേ. അവരിൽ ജ്ഞാനം ഉണ്ടാവുകയാണെങ്കിൽ ദൈവീ വംശം പരമ്പരയായി നടന്നു വരും. മീട്ടേ മീട്ടേ സിഗിലതേ ബച്ചോം കോ സബ് രാസ് സബ് യുക്തിയാ ബദലാത്തി ഹേ. അതിമധുരമായിരിക്കുന്ന 5000 വർഷത്തിന് ശേഷം വീണ്ടു കിട്ടിയിരിക്കുന്ന മക്കൾക്ക് എല്ലാ രഹസ്യവും എല്ലാ യുക്തികളും ബാബ പറഞ്ഞു തരുന്നു. ട്രെയിൻ മേം ബി ബൈട്ടേ ബി തും സർവീസ് കർ സക്തേ ഹോ. ബാബുരയാണ്, ട്രെയിനിലിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ സാധിക്കും. ഏക് ചിത്ര പർ ഭി ആപ്പസ് മേം ബൈട്ട് ബാത്ത് കരേങ്കെ തോ ഠേർ ആക്കർ ഇക്കട്ടെ ഹോങ്കെ. ഒരു ചിത്രത്തിലൂടെ പരസ്പരത്തിൽ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അനേക പേർ ഒരുമിച്ച് ചേരും. ജോ ഇസ് കുൽ കാ ഹോഗ വഹ് അച്ചി രീതി ധാരൺ കർ പ്രജാ ബൻ ജായേഗ. ആരാണോ ഈ കുലത്തിൻ്റേതാകുന്നു അവർ നല്ല രീതിയിൽ ധാരണ ചെയ്ത് പ്രജകളായി മാറും.
ചിത്ര ബി ബഹുത് അച്ഛേ ഹേ. ബാബറാണ് ചിത്രങ്ങളും കൂടി വളരെയധികം വളരെ നല്ലതാണ്. സർവീസ് കേലിയെ, ഈ ചിത്രങ്ങളെല്ലാം തന്നെ സർവീസിലേക്ക് വേണ്ടി വളരെ നല്ലതാണ്. ഹം ഭാരതവാസി പഹലെ ദേവി ദേവതാ. നമ്മൾ ഭാരതവാസികൾ ആദ്യം ദേവി ദേവതകളായിരുന്നു. അബി തോ കുച്ച് നഹി ഹേ, ഇപ്പോഴൊന്നും തന്നെയില്ല. ഫിർ ഹിസ്റ്ററി ജോഗ്രഫി കോത്തി ഹേ. ബാബറാണ് പിന്നീട് എന്താകും, ഈ ഹിസ്റ്ററി ജീവചരിത്രം ഇങ്ങനെ ആവർത്തനമായി കൊണ്ടിരിക്കുന്നു. ബീച്ച് മേ യഹേ സംഗമയു, മധ്യത്തിലാണ് എന്ത് വരുന്നത്, സംഗമയുഗം. ജിസ്മേൻ തും പുരുഷോത്തം ബൻതേ ഹോ, ഇതിലൂടെ നിങ്ങൾ എന്തായി മാറുന്നു, പുരുഷോത്തമരായി മാറുന്നു. अच्छा मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादों को नमस्ते, याद प्यार और गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. धारणा के लिए मुख्य सार. ഒന്നാമത്തെ പോയിന്റ്, ज्ञान की बातों के सिवाय और कोई बात मुख से नहीं निकालनी है. ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളെ കൂടാതെ വേറെ യാതൊരു കാര്യവും മുഖത്തിലൂടെ പറയരുത്. ഛർമുയി കോ ബാത്തേം കബി നഹി സുന്നി ഹേ. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒരിക്കലും കേൾക്കരുത്. മുഖസേ സദൈവ്, മുഖത്തിലൂടെ എല്ലായ്പ്പോഴും. രത്ന നികൽത്തെ പടേ, എല്ലായ്പ്പോഴും രത്നങ്ങളെ പോലുള്ള വാക്കുകൾ പറയണം. മുഖത്തിലൂടെ എല്ലായ്പ്പോഴും രത്നങ്ങളെ പോലുള്ള വാക്കുകൾ പറയണം. പത്തർ നഹി, കല്ലുപോലെയുള്ളതല്ല. രണ്ടാമത്തെ പോയിന്റ്, സർവീസ് के साथ साथ याद की यात्रा में स्वयं को निरोगी बनाना है. സേവനത്തിനോടൊപ്പം ഓർമ്മയുടെ യാത്രയിലിരുന്ന് സ്വയമിനെ നിരോഗിയാക്കണം. സേവനത്തിനോടൊപ്പം ഓർമ്മയുടെ യാത്രയിലിരുന്ന് സ്വയമിനെ നിരോഗിയാക്കണം. അവിനാശി സർജൻ സ്വയം ഭഗവാൻ ഹമേ മിലാ ഹേ. അവിനാശിയായ സർജൻ സ്വയം ഭഗവാൻ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നു. ഇക്കീസ് ജന്മോ കെ ലിയെ നിരോഗി ബനാനെ. 21 ജന്മത്തിലേക്ക് വേണ്ടി നിരോഗികളാക്കി മാറ്റുന്നതിനു വേണ്ടി. ഇസി നശേമേ വാ ഖുശിമേ രഹനാ ഹേ. ഈ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കണം. ഈ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കണം. ഇന്നത്തെ വരദാനം,
हर कर्म में फॉलो फादर कर स्नेह का रेस्पोंड देने वाले तीव्ര പുരുഷാർത്ഥി ഭവ. വരദാനം: ഓരോ കർമ്മത്തിലും ബ്രഹ്മാബാബയെ ഫോളോ ചെയ്ത് സ്നേഹത്തിൻ്റെ മറുപടി നൽകുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കൂ. ഓരോ കർമ്മത്തിലും ബ്രഹ്മാബാബയെ അനുകരിച്ച് സ്നേഹത്തിൻ്റെ മറുപടി നൽകുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കൂ. വിശദീകരണം एक्सप्लेनेशन जिससे स्नेह होता है उसको ऑटोमेटिकली ഫോളോ करना होता है. ആരോടാണോ സ്നേഹമുള്ളത് അവരെ ഓട്ടോമാറ്റിക്കലായി ഫോളോ ചെയ്യുന്നു. അവരെ ഓട്ടോമാറ്റിക്കലായിട്ട് അനുകരിക്കേണ്ടി വരുന്നു. सदा याद रहे कि यह कर्म जो कर रहे हैं यह फॉलो फादर है. സദാ ഓർമ്മയുണ്ടായിരിക്കണം ഈ കർമ്മം ഏതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബ്രഹ്മാബാബയെ അനുകരിക്കുന്നുണ്ടോ അഥവാ ഫോളോ ചെയ്യുന്നുണ്ടോ? അഗർ നഹി ഹേ തോ സ്റ്റോപ്പ് കർ ദോ. ഒരു പക്ഷേ ചെയ്യുന്നില്ല എങ്കിൽ സ്റ്റോപ്പ് ചെയ്യൂ. ബാപ് കോ കോപ്പി കർത്തെ ബാപ് സമാൻ ബനോ. ബാബയെ കോപ്പി ചെയ്തുകൊണ്ട് ബാബയുടെ സമാനമാകൂ. कॉपी करने के लिए जैसे कार्बन पेपर डालते हैं वैसे अटेंशन का पेपर डालो तो कॉपी हो जाएगा. കോപ്പി ചെയ്യുന്നതിനു വേണ്ടി ഏതുപോലെ കാർബൺ പേപ്പർ ഇടുന്നുവോ അത്തരത്തിൽ ശ്രദ്ധയാകുന്ന പേപ്പർ ഇടുകയാണെങ്കിൽ കോപ്പിയാകുന്നു. क्योंकि अभी ही तीव्र पुरुषार्थी बन स्वयं को हर शक्ति से संपन्न बनाने का समय है. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴും കൂടി തീവ്ര പുരുഷാർത്ഥിയായി സ്വയമിനെ ഓരോ ശക്തിയിലൂടെ സമ്പന്നമാക്കാനുള്ള സമയമാണ്.
अगर स्वयं स्वयं को संपन्न नहीं कर सकते हो तो सहयोग लो. ഒരുപക്ഷേ സ്വയം സ്വയമിനെ സമ്പന്നമാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സഹയോഗലോ സഹയോഗം കൊടുക്കൂ അഥവാ സ്വീകരിക്കൂ. നഹി തോ ആകെ ചൽ ടു ലേറ്റ് ഹോ ജായേംഗെ. അല്ലെങ്കിൽ എന്താകും, മുന്നോട്ട് പോകുന്തോറും ടു ലേറ്റായി പോകും. സ്ലോഗൻ. ഇന്നത്തെ സ്ലോഗൻ संतुष्टता का फल प्रसन्नता है. प्रसन्नचित बनने से प्रश्न समाप्त हो जाता है. സ്ലോഗൻ സന്തുഷ്ടതയുടെ ഫലം പ്രസന്നതയാകുന്നു. പ്രസന്നചിത്തരാകുന്നതിലൂടെ പ്രശ്നങ്ങൾ സമാപ്തമാകുന്നു. സന്തുഷ്ടതയുടെ ഫലം പ്രസന്നതയാകുന്നു. പ്രസന്നചിത്തരാകുന്നതിലൂടെ പ്രശ്നങ്ങൾ സമാപ്തമാകുന്നു. അവ്യക്ത ഇശാരെ. ആത്മീക സ്ഥിതി മേ രഹനെ കാ അഭ്യാസ് കരോ, അന്തർമുഖി ബനോ. ആത്മീക സ്ഥിതിയിലിരിക്കാനുള്ള അഭ്യാസം ചെയ്യൂ, അന്തർമുഖികളാകൂ. കിസി കംജോർ ആത്മാ കി കംജോരിക്ക് നാ ദേക്കോ. ബാബ പറയുകയാണ്, യാതൊരു തരത്തിലുള്ള ദുർബലതയെയും അഥവാ ആത്മാവിൻ്റെ ദുർബലതകളെ ഒരിക്കലും നോക്കരുത്. യ സ്മൃതി മേ രഹേക്ക് വെറൈറ്റി ആത്മായേം ഹേ. ഈ സ്മൃതി ഉണ്ടായിരിക്കണം, നമ്മളെല്ലാവരും വെറൈറ്റി ആത്മാക്കളാണ്. സബ്കെ പ്രതി ആത്മീക ദൃഷ്ടി രഹേ. എല്ലാവരുടെയും പ്രതി എന്തുണ്ടായിരിക്കണം, ആത്മീക ദൃഷ്ടി ഉണ്ടായിരിക്കണം. ആത്മാ കെ രൂപമേ ഉൻകോ സ്മൃതി മേ ലാനെ സെ പവർ ദേ സകേംഗെ. ആത്മാവിൻ്റെ രൂപത്തിൽ അവരുടെ സ്മൃതിയിൽ കൊണ്ടുവരുന്നതിലൂടെ എന്ത് ലഭിക്കും, ശക്തി ലഭിക്കാൻ സാധിക്കും. ആത്മാ ബോൽ രഹി ഹേ. ആത്മാവാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മാക്കെ യഹ് സംസ്കാർ ഹേ. ഇത് ആത്മാവിൻ്റെ സംസ്കാരമാണ്. യഹ് പാട് പക്കാ കരോ തോ സബ്കെ പ്രതി സ്വതഹ ശുഭഭാവന രഹേഗി. ഈ പാഠം ഉറപ്പാക്കുകയാണെങ്കിൽ എല്ലാവരുടെ പ്രതിയും സ്വതവേ തന്നെ എന്തുണ്ടാകും, ശുഭഭാവന വരുന്നു. അച്ഛ. ഓം ശാന്തി.